പ്രൊസ്റ്റേറ്റ് ക്യാൻസർ സർജറിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഈ റോബോട്ടിക് സർജറിയാണ് കേൾക്കാറുള്ളത്. അത് യെസ്. എത്രത്തോളം ശരിയാണ്? ആക്ച്വലി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഓപ്പൺ സർജറി ചെയ്യാം, ഈ ഹോളായിട്ടുള്ള ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ 2000-ന് ശേഷമാണ് ഈ റോബോട്ടിക് സർജറി ഇപ്പോൾ വന്നു തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡായിട്ട് വേൾഡ് ഓവർ റോബോട്ടിക് സർജറി തന്നെയാണ് എക്സ്ക്ലൂസീവ്ലി ചെയ്തു വരുന്നത് പ്രോസ്റ്റേറ്റിക് ക്യാൻസർ റിമൂവലിന് വേണ്ടിയിട്ട്. അതിന് കാരണം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഈ അരക്കെട്ടിനുള്ളിൽ ഡീപ്പായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലൂടെ ഞരമ്പുകൾ നെർവ്സ് പോകുന്നുണ്ട്. അപ്പോൾ ഈ നെർവ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ അരക്കെട്ടിന് ഉള്ളിലോട്ട് അടുത്തോട്ട് പോയിട്ട് 3D മാഗ്നിഫിക്കേഷനിൽ നല്ല ഔട്ട്കമോടുകൂടി സർജറി ചെയ്യാൻ റോബോട്ടിക് സർജറിക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റോബോട്ടിക് സർജറി ചെയ്താൽ മതി എന്ന് നമ്മൾ എക്സ്ക്ലൂസീവ്ലി അഡ്വൈസ് ചെയ്യുന്നത്. റോബോട്ടിക്സ് എന്ന പ്ലാറ്റ്ഫോം പല ടൈപ്പ് ഓഫ് സർജറീസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ഡാവിഞ്ചി ലേറ്റസ്റ്റ് ജനറേഷനായ എക്സൈ സിസ്റ്റമാണ്. അപ്പോൾ എക്സൈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, വേദന കുറവായിരിക്കും, മുറിവുകളുടെ ലെങ്ത്ത് കുറവായിരിക്കും, ഒരു 8 mm ഒക്കെ വരുള്ളൂ, രക്തസ്രാവം കുറവായിരിക്കും, അണുബാധ വരാനുള്ള ചാൻസ് കുറവായിരിക്കും, പേഷ്യൻ്റ് ഏർലി ഡിസ്ചാർജിനും നല്ല സാധ്യതയുണ്ട്.